പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ റഫീഖ് സലഫി ഇപ്പോൾ ഒരു പുതിയ ഫത്വയായിട്ട് വന്നിട്ടുണ്ട്. സക്കാത്ത് ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തിടത്ത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ നാട്ടിൽ കമ്മിറ്റിയെ ഏൽപ്പിക്കാമെന്നതിന് വക്കീലിനെ ഏൽപ്പിക്കാമെന്ന് ഫിഖിൻ്റെ കിതാബുകളിൽ പറഞ്ഞതിനെ, അത് ആ വക്കീൽ കാഫിറാണെങ്കിൽ പോലും ഏൽപ്പിക്കാമെന്ന് പറഞ്ഞതിനെ സംഘടിത സക്കാത്തിൻ്റെ തെളിവാക്കുന്ന ഒരു മൂഢത്തരം ഫിഖിലില്ലാത്തത്, ആ ഫിഖിൽ എന്താ പറഞ്ഞത് എന്ന് പോലും അറിയാത്ത ഈ വ്യക്തി പ്രതികരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഇയാളും ഇയാളുടെ അനുയായികളും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ്, എല്ലാം പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവർ ചെയ്യുള്ളൂ എന്നാ തോന്നാം. സക്കാത്ത് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് അത് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനത്തെ അത് ഇസ്ലാമികമല്ല, അത് ഇസ്ലാമികമായി തെറ്റാണ്, ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫത്വ ഇറക്കുന്നത്. ഏതാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പരിശോധിക്കാം. നിങ്ങൾ ഏതാണെങ്കിലും കിതാബിലുള്ളത് ജനങ്ങളോട് പറയൂല. നിങ്ങൾക്ക് പറ്റാത്തതിനെ നിങ്ങൾ എതിർക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യും. അതാ ശാഫിഈ ഫിഖ്ഹുകളിൽ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഷറഹുൽ മുഹദ്ദബ. ഷാഫിഈ മദ്ഹബുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രാമാണികമായ ആധികാരികമായ കിതാബാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ ഷറഹുൽ മുഹദ്ദബ്. ഇമാം ഷിറാസിയുടെ ഗ്രന്ഥത്തിലുള്ള വിശദീകരണ ഗ്രന്ഥമാണ്. ഇതാ നിങ്ങൾ ശരിക്കും നോക്കൂ. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹു തആല, അതായത് ഇമാം ഷിറാസി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ് എങ്ങനെയൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അത് എങ്ങനെ വിതരണം ചെയ്യാം. യജൂസു ലിറബ്ബിൽ മാലി അൻ യുഫരിഖ സക്കാത്തൽ അംവാലിൽ ബാത്തിന ബിനഫ്സിഹി, അതായത് സക്കാത്ത് നൽകുന്നവൻ, സക്കാത്ത് നൽകേണ്ട ആ ഉടമസ്ഥൻ, അതല്ലെങ്കിൽ സമ്പത്തിന്റെ ഉടമസ്ഥനായ ആൾക്ക് അനുവദനീയമാണ് ആ സക്കാത്ത് വിതരണം ചെയ്യാം. എങ്ങനെ? ബിനഫ്സിഹി, അയാൾക്ക് സ്വന്തമായി അതിന്റെ അവകാശികൾക്ക് നേരിട്ട് സക്കാത്ത് കൊടുക്കാം. ഒന്നാമത്തെ സംഗതി. രണ്ടാമതായി പറയുന്നു വയജൂസു അൻ യുവക്കില മൻ യുഫരിഖ്, വയജൂസു അയാൾക്ക് അനുവദനീയമാണ് അൻ യുവക്കില, അത് ഏൽപ്പിക്കാം, മൻ യുഫരിഖ്, ആ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ എന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏൽപ്പിക്കുന്നതും. അപ്പം ഇവിടെയാണ് മൂപ്പര് കൊട്ടുമാട്ടിയത്. ഏൽപ്പിക്കാം ആരെ? മൻ യുവക്കില, മൻ ഒരുത്തനെ ഏൽപ്പിക്കാന്ന്. ഈ ഒരുത്തനെ, ഈ മൻ ഉള്ളതിനെ അവിടെ ഇയാളർത്ഥം വെച്ചെന്താണ് അറിയോ? അത് കൊടുത്ത് വീട്ടുന്ന ഒരുത്തരെയോ അതല്ലെങ്കിൽ ഒരു സംഘത്തെയോ ഏൽപ്പിക്കാന്ന്. ഇത് എവിടെ നിന്ന് കിട്ടിയ ആൾക്ക്? വക്കാലത്താക്കാൻ പറ്റും സക്കാത്ത്. 3 നിലക്ക് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഒന്ന് സ്വയം കൊടുക്കുക, മറ്റൊന്ന് വക്കാലത്ത് ഏൽപ്പിക്കുക. എൻ്റെ സക്കാത്ത് ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് തന്നെ കണ്ട് നിർണയിച്ചുകൊണ്ട് കൊടുക്കണം, ഇന്ന ആൾക്ക് കൊടുക്കണം. ഇതാ ഈ സക്കാത്ത് ഇതിൻ്റെ സക്കാത്താണ്, ഇത് ഫക്കീറന്മാർക്ക് കൊടുക്കണം, മിസ്കീന്മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വക്കാലത്ത് ഏൽപ്പിക്കലുണ്ട്. ഇത് ആ വക്കാലത്ത് ഏൽപ്പിക്കുന്നത് വിശ്വാസയോഗ്യരായ കാഫറിൻ്റെ കയ്യിൽ പോലും കൊടുക്കുക. ഇതിനെ പറ്റിയല്ല ഇവിടെ തർക്കമുള്ളത്. ഇസ്ലാമിക രാഷ്ട്രത്തിലല്ലാത്തടത്ത് സംഘടിത സക്കാത്ത് പറ്റൂല എന്നപ്പം പറഞ്ഞത്. അതിന് തെളിവ് പറയണതിന് പകരം ഇയാൾ കോട്ടിമാട്ടാണ് ചെയ്തത്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്? മൊത്തത്തിൽ എന്ത് ചെയ്യുക? ഇവിടെ സക്കാത്തിനെ നിഷേധിക്കുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം എന്താ പറയുക, ഇവർ ഈ ഒരുമിച്ച് ഒട്ടിക്കാണ്ട് കൊടുക്കുക എന്നുള്ളതിന് തെളിവുണ്ടാക്കുകയാണ്. ഇപ്പോൾ സ്വന്തം തെളിവുണ്ടാക്കുക, സ്വന്തം സംഘടനൻ്റെ ഇതിനു വേണ്ടിയിട്ട്. എനിക്ക് നേരിട്ട് നൽകാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ആ സക്കാത്ത് നൽകുന്നതിന് വേണ്ടി ഒരാളെയോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളെയോ അത് ഏൽപ്പിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ലിഅന്നഹു ഹഖ്ഖു മാലിൻ, അത് സാമ്പത്തികമായ ഒരു അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഫജാസ അൻ യുവക്കില ഫീ അദാഇഹി, അത് നൽകുന്നതിൽ, അത് വീട്ടുന്നതിൽ മറ്റൊരാളെ തൗക്കീൽ ചെയ്യുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതെ, ഇനി മൂന്നാമതായി പറയുന്നു മറ്റൊരാളെ തോക്കിയത് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊടുത്ത് മറ്റൊരാളെ അല്ല, സംഘടന തന്നെ തോക്കിയത് ചെയ്യാന്നാ ഇയാൾ വരുത്തി തീർത്തത്. ഭരണാധികാരിയെ ഏൽപ്പിക്കാം, ഭരണാധികാരിക്ക് നൽകാം. മൂന്നാമത്തേത് കാരണം ദരിദ്രരുടെ പകരക്കാരനാണ് ആര്? ആ ഭരണാധികാരി.
അതാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യുക, ഭരണാധികാരികളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികളെ ഏൽപ്പിക്കുക സക്കാത്ത് എന്നതുപോലെ സ്വയം സക്കാത്ത് കൊടുക്കാം. പിന്നെന്ത് ചെയ്യുക, മറ്റുള്ളവരെ വക്കാലത്താക്കുകയും ചെയ്യുക. ഈ വക്കാലത്താക്കുന്നതിൻ്റെ നിബന്ധന എന്താണെന്ന് വെച്ചാൽ അത് വിശ്വാസയോഗ്യരായ ആളുകളെ ഏൽപ്പിച്ചാൽ മതി. അത് കാഫിറാണെങ്കിലും വിശ്വാസയോഗ്യരായ ഇതിൻ്റെ സക്കാത്താണ് ഇത് ഇജ്ജ് പോകുമ്പം ആയമൂട്ടിൻ്റെ വീട്ടിൽ കൊടുക്കേണ്ടിയിട്ടു ആ പാവപ്പെട്ട ആയമൂട്ടിൻ്റെ വിശ്വാസയോഗ്യരാണെങ്കിൽ ഏൽപ്പിക്കുക. നേരെ മറിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിൻ്റെ കീഴിലെല്ലാവരും സക്കാത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഓല് വിതരണം ചെയ്യുക. അത് അങ്ങനത്തത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ളൂ. ഇവിടെ അതില്ല എന്നപ്പം പറഞ്ഞത്. ഇത് കൂട്ടി മാറ്റിയിട്ട് സർവ്വ മുസ്ലിമീങ്ങളും ഇവിടെ എന്ത് ചെയ്യണം, സക്കാത്ത് വീട്ടപ്പെടാത്തവരായിട്ട് ഇവിടെ നിലകൊള്ളണം. ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഒരു കാന്തപുരം പറഞ്ഞതിന് മറുപടി പറയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സുന്നികൾ, അതിൽ കാന്തപുരം പറഞ്ഞാലും അല്ലാത്തവർ പറഞ്ഞാലും ഒക്കെ കണക്കാണ്. ഇവിടെ സുന്നി ആശയം ആര് പറഞ്ഞാലും അതിവിടെ പ്രചരിപ്പിക്കും. നേരെ മറിച്ച് ഇവർ തെളിവില്ലാത്ത എന്തൊക്കെ പറയുന്നതെന്ന് അപ്പം ഇതിലേക്ക് വേറെ കാര്യങ്ങൾ വലിച്ചയച്ച് കണ്ട് ഇതിന് മറുപടി ഇല്ലാത്തത് കൊണ്ട് ഈ റഫീഖ് സലഫിക്ക് വിഷയദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ തൊള്ളയിൽ തോന്നിയത് അങ്ങനെ പറയും. എന്നപോലെ ഫിഖഹിൻ്റെ കിതാബിലുള്ള കാര്യങ്ങൾ അത് പിന്നെ പറയാണ് മറ്റേ ഏതോ രാഷ്ട്രങ്ങളിൽ അവിടെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അത് ചെയ്യാം എന്നുള്ള ഇമാമിങ്ങൾക്ക് പിരിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇവിടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടുള്ളവരാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. അവരെന്ത് ചെയ്തു, അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്നതാണ് ഇതൊക്കെ. അതിനനുസരിച്ച് അവിടെ സുന്നികൾ പ്രവർത്തിക്കുന്നത്. നേരെ മറിച്ച് വഹാബികൾ അങ്ങനെയല്ല, ഓർക്ക് ഹദീസ് കിട്ടണം. എവിടുന്ന് ഹദീസ് കിട്ടുക? ഖുർആനിക്കോ ഹദീസിക്കോ മടങ്ങാനല്ല പറഞ്ഞത്. ഇപ്പോൾ മുമ്പ് ഈ നമ്മളെ അബ്ദുസലാം സുല്ലമി പറഞ്ഞല്ലേ, എന്ത് 40ഓളം ഹദീസുകൾ ഞാൻ എന്താക്കി സഹീഹ് ബുഖാരിയിൽ നിന്ന് ലൈഫാക്കി, എന്നിട്ട് എനിക്കെന്തേ സംഭവിച്ചതെന്ന്. അപ്പോൾ ഒന്നും സംഭവിക്കാനില്ല, ആരും തല വെട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ദീനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴേ ഇവിടെയുള്ള ആലിമീങ്ങൾ, സുന്നി ആലിമീങ്ങൾ എന്ത് പറഞ്ഞു അതാണ് വിശ്വാസം. മറ്റുള്ളതൊക്കെ എന്താണ് വരുന്നതോ, ഇന്നൊന്ന് പറയും നാളൊന്ന് പറയും, ഇങ്ങനെ ആഴ്ചക്ക് മനസ്സിലാക്കും. ഈ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്കറിയാലോ, സിഹിറുണ്ടെന്ന്, സിഹിറില്ല, കണ്ണേറില്ല എന്നതുപോലെ കൂടോത്തരല്ല, ഇങ്ങനെ പറഞ്ഞ് വാദിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്ക്. ഇവരെന്താണ്, സുന്നികൾ മുഴുവനും അമുസ്ലിമീങ്ങളാണെന്നാ. എന്നാലും എന്തെങ്കിലും പരിപാടിക്ക് മുസ്ലിമീങ്ങളെ ക്ഷണിക്കുകയും ചെയ്യും, മുശ്രിക്കീങ്ങളെ, സുന്നികളായ മുശ്രിക്കീങ്ങളെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക.